നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും പഠിച്ചു, സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ടെട്രാഹെഡ്രൽ കോംപ്ലക്സും പഠിച്ചു അല്ലെ. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലായിരുന്നപ്പോഴത്തേന് T2G എന്ന് പറയുന്ന ട്രിപ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള T2G ഓർബിറ്റൽസിന് ലോവർ എനർജി, അതായത് DXY, YZ, XZ, ആ 3 പേർക്ക് ലോവർ എനർജി ആയിരുന്നു. അവർ T2G ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ ഹയർ എനർജി ഉള്ള DX² - Y² DZ², അവർ ഡബ്ലി ഡീജനറേറ്റഡ് EG ഓർബിറ്റൽസ് ആയിട്ട് ഹയർ എനർജി ഉള്ളവരായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളുടെ സ്പ്ലിറ്റിംഗ് പറഞ്ഞു. അവിടെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ ഓർബിറ്റൽസ്, അതായത് ഡബ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ഈ ഓർബിറ്റൽസ് ഈ ഓർബിറ്റൽസ് ഏതൊക്കെയായിരുന്നു? DX² - Y² DZ², അവർ രണ്ടുപേരും ലോവർ എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ T2 ഓർബിറ്റൽസ്, ട്രിപ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള T2 ഓർബിറ്റൽസ്, അതായത് DXY, YZ, XZ, അവർ എനർജി കൂടുതലുള്ളവരായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റിംഗ് ആയിരുന്നു ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളിൽ കാണിച്ചത്. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു റീസൺ? ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്തത് എലോങ് ദി ആക്സിസ് ആയിരുന്നു. പക്ഷേ ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്തത് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയിരുന്നു. അപ്പൊ ആ എലോങ് ദി ആക്സിസ്, ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്, ആ ലിഗാൻഡ്സിന്റെ അപ്രോച്ചിലുള്ള ഡിഫറൻസ് കാരണമാണ് എനർജി വൈസ് സ്പ്ലിറ്റ് ചെയ്തപ്പോഴത്തേനും ഒരു ഒന്നിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തേത് മാറിയത്. ഒരെണ്ണത്തിന് EG ഓർബിറ്റൽസിൽ ഹയർ എനർജി വന്നപ്പം രണ്ടാമത്തേനകത്ത് ഈ ഓർബിറ്റൽസിൽ ലോവർ എനർജി വന്നതിന്റെ റീസൺ അതാണ്, ആ ലിഗാൻഡ്സിന്റെ അപ്രോച്ചിലുള്ള ഡിഫറൻസ് കാരണം. പിന്നെ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോംപ്ലക്സുകളിലുള്ള സ്പ്ലിറ്റിംഗ് പഠിക്കാനായിട്ട് പോവാണ്. സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ടെട്രാഗണൽ കോംപ്ലക്സ്. ടെട്രാഗണൽ കോംപ്ലക്സുകളിൽ സ്പ്ലിറ്റിംഗ്, ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ് ഇനിയും പറയാനായിട്ട് പോകുന്നത്. ഇപ്പം ടെട്രാഗണൽ കോംപ്ലക്സിനെ നമ്മൾ യൂഷ്വലി അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്, അല്ലെങ്കിൽ ഇതിലോട്ട് തന്നെ നോക്കേ, നമ്മുടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ എങ്ങനെ കൺസിഡർ ചെയ്യേ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളെ ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെ കൺസിഡർ, മെറ്റലുണ്ട്, മെറ്റലിന് ചുറ്റും 6 ലിഗാൻഡ്സും ഉണ്ട് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂഷ്വലി. ഒരു മെറ്റലും ഉണ്ട്, മെറ്റലിന് ചുറ്റും 6 ലിഗാൻഡ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇസഡ് ആക്സിസിൽ ഉള്ള ലിഗാൻഡ്സിനെ നമ്മളൊന്ന് വലിച്ചു നീട്ടുവാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ നോക്കി, ഈ 6 ലിഗാൻഡ്സും സെയിം ഡിസ്റ്റൻസിലാണ്. ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ ലിഗാൻഡ്, അതേ ഡിസ്റ്റൻസിലാണ് ഇത് എല്ലാവരും സെയിം ഡിസ്റ്റൻസിൽ നിൽക്കുവാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ ഒരു കണ്ടീഷനിൽ നമ്മളൊരു ചേഞ്ച് വരുത്തുക. അതായത് ഇസഡ് ആക്സിസിൽ കിടക്കുന്ന 2 ലിഗാൻഡ്സിനെ നമ്മൾ ഇത്തിരി ഒന്ന് വലിച്ച് നീട്ടുവാണ്. അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇസഡ് ആക്സിസിൽ കിടക്കുന്നവരെ മാത്രം നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ബാക്കി XY ആക്സിസുകളിൽ കിടക്കുന്നവരെ അതേ പൊസിഷൻ, അതായത് ഈ ഇസഡ് ആക്സിസിൽ കിടക്കുന്നവരെ ഞാനൊന്ന് വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്, ഇങ്ങോട്ടൊന്ന് വലിച്ചു നീട്ടി. അപ്പൊ നോക്ക്, XY ആക്സിസുകളിൽ കിടക്കുന്ന ലിഗാൻഡ്സ് മെറ്റലിന്റെ അടുത്തായിട്ടുമാണ്. അതുപോലെ ഇസഡ് ആക്സിസുകളിൽ കിടക്കുന്ന ലിഗാൻഡ്സ് ഈ ഡിസ്റ്റൻസിലല്ല, കുറച്ചുകൂടെ ദൂരമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, അതായത് നമ്മൾ അതിനെ ഒന്ന് വലിച്ചു നീട്ടിയേക്കുവാണ്. ഇസഡ് ആക്സിസിൽ ഉള്ള ഇസഡ് ആക്സിസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു നീട്ടിയിരിക്കുവാണ്. അപ്പൊ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോഴത്തേന് ഈ ടെട്രാഗണൽ കോംപ്ലക്സിൽ വരുമ്പോൾ ഉള്ള ഡിഫറൻസ് ഇതാണ്. നമ്മുടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വരുമ്പോൾ നമ്മുടെ XY Z ആക്സിസുകളിലെല്ലാം ഉള്ള ലിഗാൻഡ്സ് സെയിം ഡിസ്റ്റൻസിലായിരുന്നു കിടന്നത്. പക്ഷേ ടെട്രാഗണൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇരിക്കുന്ന സംഭവത്തിൽ തന്നെ ഇസഡ് ആക്സിസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ച് നീട്ടുവാണ്. മൂവ്ഡ് എവേ ഫ്രം ദി മെറ്റലിൽ നിന്ന് ജസ്റ്റ് കുറച്ചൊന്ന് മൂവ് ചെയ്യുവാണ്. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, on withdrawing the 2 ligands from Z axis of the octahedral complex, we obtain the tetragonal complex. ഈ octahedral complexിലുള്ള Z ആക്സിസിനെ നമ്മളൊന്ന് വിഡ്രോ ചെയ്യുവാണ്. വിഡ്രോ ചെയ്യുക മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് ജസ്റ്റ് വലിച്ചു നീട്ടുവാണ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ടെട്രാഗണൽ കോംപ്ലക്സ് കിട്ടുന്നത്. The ligands along the Z axis are moved away and they are at a different distance than the other ligands in the XY axis. നോക്ക്, XY ആക്സിസിൽ കിടക്കുന്ന ലിഗാൻഡ്സുകളുടെ ഡിസ്റ്റൻസ് ഇപ്പം ഇത്രയും ഡിസ്റ്റൻസ് അകലെയാണ് XY ആക്സിസുകൾ നിൽക്കുന്നത്. പക്ഷെ Z ആക്സിസ് നോക്ക്, അതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇത്തിരി ഡിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, ലിഗാൻഡ്സ് അലോങ് ദി ഇസഡ് ആക്സിസ്. അപ്പം ഈ നമ്മൾ ഇസഡ് ആക്സിസിനെ ഒന്ന് വലിച്ചു നീട്ടിയപ്പോഴത്തേന് ആ ഇസഡ് ആക്സിസിൽ ഉള്ള ലിഗാൻഡ്സ്, ഇസഡ് ആക്സിസിൽ കിടക്കുന്ന ലിഗാൻഡ്സ്
അല്പം ഒന്ന് മൂവ് ബാക്കി മെറ്റലുമായിട്ട് കമ്പയർ ചെയ്യും, മെറ്റലിനെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേന് ബാക്കിയുള്ള ലിഗാൻസുകളുടെ പൊസിഷനെക്കാട്ടിൽ അല്പം ദൂരെയുള്ള പൊസിഷനിലാണ് കിടക്കുന്നത് കമ്പയർ ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സ് വൈ ആക്സിസുകളിൽ കിടക്കുന്നതിനെ വെച്ച് നോക്കുമ്പോഴത്തേന് അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സ് വൈ ആക്സിസിൽ കിടക്കുന്നവർ മെറ്റലുമായിട്ട് അടുത്ത് കിടക്കുവാണ്, പക്ഷെ ഇസഡ് ആക്സിസിൽ ഉള്ള ലിഗാൻസിന്റെ മെറ്റലുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി കുറയും. അപ്പൊ ലിഗാൻസ് അലോങ് ദി എക്സ് വൈ പ്ലെയിൻ ടെൻഡ് ടു അപ്രോച്ച് ദി സെൻട്രൽ മെറ്റൽ ആറ്റം ക്ലോസ്ലി. അപ്പൊ നമ്മുടെ ലിഗാൻസിനെ അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ മെറ്റലിന് ചുറ്റുമുള്ള ലിഗാൻസുകൾ ആക്സിസുകളിൽ ഇസഡ് ആക്സിസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വലിച്ചൊന്ന് നീട്ടി. അപ്പൊ ഇനി നോക്കുകയാണ്, നമ്മുടെ ലിഗാൻസുകൾ അപ്രോച്ച് ചെയ്യുവാണ്. 5 ലിഗാൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി എക്സ് വൈ. 5 ലിഗാൻസ് ഉണ്ട്. ഈ 5 ലിഗാൻസിന് ഇങ്ങനെ ഇരിക്കുന്ന ആക്സിസുകളിൽ ഇത്ര ചേഞ്ച് സംഭവിച്ചു. ഇനി ലിഗാൻസ് ഇതിനകത്തോട്ട് അപ്രോച്ച് ചെയ്യുക. അപ്പം ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേന് ആർക്കായിരിക്കും ഇവിടെ റിപ്പൾഷൻ ഉള്ള ചാൻസ് കൂടുതൽ? നമ്മൾ ഇസഡ് ആക്സിസിനെ അങ്ങ് വലിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക. സോ ഇസഡ് ആക്സിസിൽ കിടക്കുന്നവര് ഡി ഇസഡ് സ്ക്വയർ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ എന്ത് സംഭവിക്കും? ഇസഡ് ആക്സിസ് അങ്ങ് വലിച്ചങ്ങ് ദൂരോട്ട് കൊണ്ടുപോയിക്കുക മെറ്റലിൽ നിന്ന്. അപ്പൊ ഈ ഇസഡ് ആക്സിസിൽ കിടക്കുന്നവർ, അതായത് ഡി ഇസഡ് സ്ക്വയർ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഇവരുടെ റിപ്പൾഷൻ യൂഷ്വലി കുറയും. മെറ്റലുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇവരുടെ കുറയും. ഇസഡ് ആക്സിസിനെ നമ്മൾ വലിച്ചു നീട്ടിയത് കൊണ്ട് തന്നെ ഈ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസുകളുടെ റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ കുറയും. മെറ്റലുമായിട്ടുള്ള റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ കുറയും. പക്ഷെ നോക്ക്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി എക്സ് ഇസഡ് വൈ ഇസഡ് എക്സ് വൈ ആണ്, എക്സ് വൈ. പക്ഷെ ഈ രണ്ട് ഓർബിറ്റൽസ് നോക്ക്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി എക്സ് വൈ. ഇവര് രണ്ടുപേരും നോക്ക് എക്സ് വൈ പ്ലെയിനിൽ കിടക്കുവാണ്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റലുമായിട്ട് അടുത്ത് കിടക്കും. നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇസഡ് ആക്സിസിനെയാണ് നമ്മൾ വലിച്ചു നീട്ടിയത്. സോ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓർബിറ്റൽസ് മെറ്റലിൽ നിന്ന് നല്ല ദൂരെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിപ്പൾഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എനർജിയും കുറവായിരിക്കും. പക്ഷെ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി എക്സ് വൈയും എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നവരാണ്. അവർ മെറ്റലുമായിട്ട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ രണ്ടു പേർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ മറ്റു 3 പേരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കൂടുതലായിരിക്കും. അതുപോലെ തന്നെ എനർജിയും ഇവരുടെ രണ്ടുപേരുടെ കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? അപ്പം നോക്കാം. ഇലക്ട്രോൺസ് ഇൻ ദ ഡി ഓർബിറ്റൽസ് ഓഫ് ദി എക്സ് വൈ പ്ലെയിൻ എക്സ്പീരിയൻസ് ഗ്രേറ്റർ റിപ്പൾഷൻ. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ, എക്സ് വൈ പ്ലെയിനിൽ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എക്സ് വൈ പ്ലെയിനിൽ ഉള്ളവര് മെറ്റലുമായിട്ട് കൂടുതൽ അടുത്തുള്ളവരായിരിക്കും. അതായത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും. അപ്പൊ മെറ്റലുമായിട്ട് അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ഗ്രേറ്റർ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യും കമ്പയർഡ് ടു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ടെട്രാഗണൽ കോംപ്ലക്സിനകത്തുള്ള ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനും ഡി എക്സ് വൈക്കും ഗ്രേറ്റർ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. റീസൺ ക്ലിയർ ആയല്ലോ? ദിസ് കോസ് ആൻ ഇൻക്രീസ് ഇൻ എനർജി. റിപ്പൾഷൻ കൂടുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എനർജിക്ക് എന്ത് സംഭവിക്കും? കൂടും. എനർജി കൂടും. ആരുടെയൊക്കെയാ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെയും എക്സ് വൈയുടെ, എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്ന ഈ രണ്ടുപേരുടെയും എനർജി കൂടും. Since the ligands lying in Z axis are moved away, the electrons in the d orbitals along the Z axis and XZ and YZ plane experience a relatively small repulsion from the electrons of the ligands. നമ്മൾ പറഞ്ഞത് തന്നെ ഇസഡ് ആക്സിസിനെ നമ്മളൊന്ന് വലിച്ചു നീട്ടി. അതുകൊണ്ട് തന്നെ ഇസഡ് ആക്സിസിലോ ഇസഡിന്റെ പ്ലെയിനിലോ ഒക്കെ കിടക്കുന്ന, അതായത് ഡി ഇസഡ് സ്ക്വയർ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ആ ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ലിഗാൻസിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ കുറയും. അപ്പൊ ഈ ഡി ഓർബിറ്റൽസിന് ലിഗാൻഡിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ കുറയും. അപ്പൊ കാരണം ഈ 3 ഡി ഓർബിറ്റൽസ് ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇസഡ് ആക്സിസ് നല്ല എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഇസഡ് ആക്സിസുകൾക്ക് ഡി ഇസഡ് സ്ക്വയർ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഈ 3 പേർക്ക് ലിഗാൻഡിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി കുറവായിരിക്കും. അപ്പൊ എനർജീസ് ഓഫ് ദ ഡി എക്സ് ഇസഡ്, വൈ ഇസഡ് ആൻഡ് ഡി സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്മോളർ ആയിരിക്കും. ആരുടെയൊക്കെയാണ് എനർജി കൂടുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് വൈ. ഇവരുടെ രണ്ടുപേരുടെയും റിപ്പൾഷൻ കൂടും, എനർജിയും കൂടും. ഡി എക്സ് ഇസഡ് വൈ എക്സ് അല്ലേ, ഡി വൈ ഇസഡ് ആണ്. അപ്പൊ ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ്, ഡി ഇസഡ് സ്ക്വയർ, ഈ 3 പേരുടെയും എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ കുറവാണ്, കറസ്പോണ്ടിങ് എനർജിയും കുറവാണ്. അപ്പൊ നമ്മൾ നോക്കേ, ആദ്യം നമ്മുടെ ഡി ഓർബിറ്റൽസ് ഡീജനറേറ്റഡ് ആയിരുന്നു.
5 ഡി ഓർബിറ്റൽസ് ഡീജനറേറ്റഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഒരു ഒക്ടാഹെഡ്രൽ ഫീൽഡ് കൊടുത്തപ്പോഴത്തേന് പിന്നെ ഈ 5 ഓർബിറ്റൽസും ഡീജനറേറ്റ് അല്ലാന്ന് നമ്മൾ കണ്ടു. അതായത് അവർ സ്പ്ലിറ്റ് ചെയ്യും എനർജിയുടെ ബേസിസിൽ. എങ്ങനെയായിരുന്നു സ്പ്ലിറ്റ് ചെയ്തത്? ഹയർ എനർജിയുള്ള EG ഓർബിറ്റൽസ് ആയിട്ടും ലോവർ എനർജിയുള്ള T2G ഓർബിറ്റൽസ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഈ EGക്കകത്ത് ആരൊക്കെയായിരുന്നു ഉള്ളത്? ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഉണ്ട്, ഡി ഇസെഡ് സ്ക്വയറും ഉണ്ട്. അതുപോലെ T2Gക്കകത്ത് ആരൊക്കെയായിരുന്നു ഉള്ളത്? ഡി എക്സ് ഇസെഡ്, ഡി വൈ ഇസെഡ്, ഡി എക്സ് വൈ. ഈ 3 പേരായിരുന്നു ഉള്ളത്. ഇനി ഇതിപ്പോ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നിന്നും ഒരു വ്യത്യാസം നടത്തിയപ്പോഴത്തേനാണ് ടെട്രാഗണൽ കോംപ്ലക്സ് കിട്ടിയത്. എന്തായിരുന്നു വ്യത്യാസം? ഇസെഡ് ആക്സിസിനെ നമ്മളൊന്ന് വലിച്ചു നീട്ടി അല്ലെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോഴത്തേന് സംഭവിച്ച മാറ്റം എന്തെന്ന് വെച്ചാൽ ഇസെഡ് ആക്സിസിന് എലോങ് ആയിട്ട് നിന്നിരുന്ന ഡി ഓർബിറ്റൽസിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ കുറഞ്ഞു. അത് മുഖാന്തരം ഇസെഡ് ആക്സിസിന്റെ അല്ലെങ്കിൽ ഇസെഡ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസിന്റെ എല്ലാം എനർജിയും കുറഞ്ഞു. അപ്പൊ ഇവര് ഡീജനറേറ്റ് ആയിട്ട് നിൽക്കുമോ? നോക്ക്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറിനും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ സെയിം എനർജി ആയിരുന്നു. പക്ഷെ ടെട്രാഗണൽ കോംപ്ലക്സ് വരുമ്പം സെയിം എനർജി ആണോ? അല്ല. കാരണം എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ അല്ല ഇസെഡ് ആക്സിസിൽ കിടക്കുന്നവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്ലെയിൻ. അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ ആർക്ക് എനർജി കൂടുതലായിരിക്കും, ആർക്ക് എനർജി കുറവായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന എനർജിയും കൂടുതലായിരിക്കും. ഇസെഡ് സ്ക്വയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൽഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇസെഡ് സ്ക്വയറിന്റെ എനർജിയും കുറവായിരിക്കും. സോ ടെട്രാഗണൽ കോംപ്ലക്സ് വരുമ്പോഴത്തേന് ഇവരെങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഡീജനറേറ്റഡ് ആയിട്ട് നിൽക്കത്തില്ല, ഫെർദർ സ്പ്ലിറ്റ് ചെയ്യും. ആർക്കായിരിക്കും എനർജി കൂടുതൽ? ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് ഹയർ എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഡി ഇസെഡ് സ്ക്വയറിന് ലോവർ എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ ഇവരെ മൂന്നുപേരും കമ്പയർ ചെയ്ത് എക്സ് ഇസെഡ്, വൈ ഇസെഡ്, എക്സ് വൈ. എക്സ് ഇസെഡും വൈ ഇസെഡും ഇസെഡ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളവരാ. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ആക്സിസ് അല്ല, എക്സ് വൈ പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളവരാ. സോ ഇവര് മൂന്നുപേരെ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കായിരിക്കും റിപ്പൾഷൻ കൂടുതൽ? എക്സ് വൈ പ്ലെയിന് മെറ്റലുമായിട്ട് അടുത്ത് കിടക്കുവാണ്, നമ്മൾ എക്സ്റ്റെൻഡ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇയാൾക്ക് റിപ്പൾഷൻ കൂടുതലായിരിക്കും. പക്ഷെ എക്സ് ഇസെഡിനെയും വൈ ഇസെഡിനെയും കമ്പയർ ചെയ്താലോ ഇസെഡ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഇസെഡ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുവാണ്. നമ്മൾ ഇസെഡിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ കുറഞ്ഞിട്ടുണ്ട്. സോ ഇവർക്ക് രണ്ടുപേർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിപ്പൾഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെ എനർജി കുറവായിരിക്കും. സോ ഈ ഡീജനറേറ്റഡ് ആയിട്ട് നിന്ന T2G ഓർബിറ്റൽസും എന്ത് ചെയ്യും? ടെട്രാഗണൽ കോംപ്ലക്സ് ആകുമ്പോൾ ഫെർദർ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ 3 പേരിൽ ഹയർ എനർജി ആർക്കായിരിക്കും? എക്സ് വൈക്കല്ലേ കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് വൈക്ക് കൂടുതൽ എനർജി എക്സ്പീരിയൻസ് ചെയ്യും. അതുപോലെ എക്സ് ഇസെഡിനും വൈ ഇസെഡിനും കുറച്ച് റിപ്പൾഷനെ എക്സ്പീരിയൻസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ എനർജിയും കുറവായിരിക്കും. അവർക്ക് സെയിം എനർജി ആയിരിക്കും, എക്സ് ഇസെഡ്, ഡി വൈ ഇസെഡ്. സോ ഒരു ടെട്രാഗണൽ കോംപ്ലക്സ് വരുമ്പോഴത്തേന് ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയായിരിക്കും നടക്കുന്നത്. നിങ്ങൾ ഓർഡർ പഠിച്ചു വെച്ചിരിക്കണം. ഏറ്റവും താഴെ വരുന്നത് ആരാണ്, അതിന് തൊട്ട് മുന്നേ ആരാണ്, അതിന് തൊട്ട് മുന്നേ ആരാണ്, അതിന് തൊട്ട് മുന്നേ, അങ്ങനെ ഓർഡർ പഠിച്ചു വെച്ചിരിക്കണം ഏത് ഓർഡറിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ടെട്രാഗണൽ കോംപ്ലക്സിൽ സംഭവിക്കുന്നത് നോക്കാം. ഇസെഡ് ആക്സിസിനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇസെഡ് ആക്സിസിൽ കിടക്കുന്നവരുടെ റിപ്പൾഷൻ കുറയും. അതുകൊണ്ട് തന്നെ ഇസെഡ് ആക്സിസിൽ കിടക്കുന്നവരുടെ എനർജി ഒന്ന് കുറയും. സോ നമ്മുടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് എന്ന് നമുക്ക് അറിയാലോ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, ഇസെഡിനെല്ലാം എനർജി കുറഞ്ഞു നിൽക്കും, എക്സ് വൈ ആക്സിസിൽ കിടക്കുന്നവർക്കെല്ലാം എനർജി ഒന്ന് കൂടി നിൽക്കും. അപ്പൊ അങ്ങനെ എഴുതിയപ്പോ എക്സ് വൈ ആണ് എഴുതിയപ്പോ തെറ്റ്, എക്സ് വൈ ഇവിടെ എക്സ് ഇസെഡ് വൈ ഇസെഡ്. അപ്പൊ അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ ആയിരുന്നു ഇത്, ഡെൽറ്റ ഒ ആ സെപ്പറേഷൻ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇസെഡ് സ്ക്വയർ, എക്സ് വൈ, എക്സ് ഇസെഡ്, വൈ ഇസെഡ്, ഇങ്ങനെയായിരുന്നു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നിന്നിരുന്നത്. പക്ഷെ നമ്മുടെ ഇസെഡ് ആക്സിസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴത്തേന് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് ഹയർ എനർജി ആയി, ഇസെഡ് സ്ക്വയറിന് ലോവർ എനർജി. ഈ T2G ഓർബിറ്റലിനെ കമ്പയർ ചെയ്തപ്പോൾ എക്സ് വൈക്ക് കൂടുതൽ എനർജി, എക്സ് ഇസെഡ് വൈ ഇസെഡിന് കുറഞ്ഞ എനർജി. സോ ഇങ്ങനെയാണ് ടെട്രാഗണൽ കോംപ്ലക്സിനകത്ത് ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ടെട്രാഗണൽ കോംപ്ലക്സിനകത്ത് എന്താ നടക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇസെഡ് ആക്സിസിനെ ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതേ ഉള്ളെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നത്. അപ്പം നമ്മുടെ ഡി ഓർബിറ്റൽസിന് എന്ത് ചേഞ്ച് സംഭവിക്കും, ഏത് ഓർബിറ്റൽസിന് കൂടുതൽ റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യും, ആർക്ക് കുറവ് റിപ്പൾഷൻ എക്സ്പീരിയൻസ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുടെ എനർജി കൂടും, ആരുടെ എനർജി കുറയും. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി, നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം.
ഇത്രയേ ഉള്ളൂ ടെട്രാഗണൽ കോംപ്ലക്സിന്റെ സ്പ്ലിറ്റിംഗ്.